മെമ്മറി കാർഡ് പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് നൽകണമെന്ന ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് നിരീക്ഷിച്ചാണ് ഹൈക്കോടതി ഉത്തരവ്. ചില ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്ന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് വിലക്കണമെന്ന 8ാം പ്രതി ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ശ്യാം ദേവരാജ് നൽകും വിവരങ്ങൾ. ശ്യാം, ഇതിൽ ഇന്ന് ദിലീപ് ഉയർത്തിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ, റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെ ഇത് പുറത്തു വന്നത് കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ കോടതി അത് തള്ളുകയാണ് ചെയ്തത്. ഒപ്പം അതിജീവിതയ്ക്ക് ഈ സാക്ഷിമൊഴികൾ നൽകണം എന്നുകൂടിയാണ് കോടതി നിർദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിനിത വേണു, അങ്ങനെ തന്നെയാണ്. കാരണം നമ്മളാണ്, റിപ്പോർട്ടർ TV ആണ്, ആർ റോഷിപാലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉള്ളടക്കമെല്ലാം പുറത്തു കൊണ്ടുവന്നത് ആർ റോഷിപാലാണ്. നമ്മളാണ്, റിപ്പോർട്ടർ TV ആണ്. അങ്ങനെ ഈ വിവരങ്ങളെല്ലാം പുറത്തു വിടുമ്പോൾ അങ്ങനെ പുറത്തു വിടരുത്, ഇത് ചില ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്ന നടപടിയാണ് എന്ന നിലപാടാണ് ഇന്ന് പ്രതിഭാഗം അഭിഭാഷകൻ, 8ാം പ്രതിയായ ദിലീപിൻ്റെ അഭിഭാഷകൻ ഫിലിപ്പ് ടി വർഗീസ് ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. ഈ മെമ്മറി കാർഡ് പരിശോധിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരം തുടർച്ചയായി കഴിഞ്ഞ 3 ദിവസങ്ങളായി മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ജുഡീഷ്യൽ ഓഫീസർമാർക്കെതിരെ അടക്കം ആരോപണങ്ങളും ഉയരുന്നുണ്ട്. ഇത് ഇങ്ങനെ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് ഗൗരവതരമാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ വിലക്കണം എന്നായിരുന്നു ദിലീപിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, അതിജീവിതയുടെ ഹർജി നിലനിൽക്കുന്നതല്ല, അത്തരം ആവശ്യങ്ങൾ തള്ളണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചു. പക്ഷേ ദിലീപിൻ്റെ ഒരു വാദവും ഇന്ന് ഹൈക്കോടതി അംഗീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങൾ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിലക്കണം എന്ന ആവശ്യം, അത് കേൾക്കുമ്പോൾ, ആവശ്യം ഉയർത്തുമ്പോൾ തന്നെ ഹൈക്കോടതി നിരസിക്കുകയും തള്ളുകയും ചെയ്തു. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതി അതിന് മറുപടിയായി പറഞ്ഞത് ഇത് ഈ വിവരങ്ങൾ നൽകേണ്ടതാണ്, പ്രസിദ്ധീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യം നിരസിക്കാൻ പ്രത്യേകമായ കാരണങ്ങളില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നും ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് അതിജീവിതയുടെ ഹർജിയിൽ ഈ മെമ്മറി കാർഡിൻ്റെ അന്വേഷണ റിപ്പോർട്ടിന് ആധാരമായ സാക്ഷിമൊഴികൾ നൽകുന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുത്തത്. സാക്ഷിമൊഴികൾ അതിജീവിതയ്ക്ക് നൽകണമെന്നതാണ് നിർദ്ദേശം. ഇത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസിനാണ്, വിചാരണ കോടതിയുടെ ജഡ്ജി കൂടിയാണ്. ഹണി എം വർഗീസിന്റെ നേതൃത്വത്തിലാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നത്, വസ്തുതാന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിന്റെ ആധാരമായ സാക്ഷിമൊഴികൾ കൂടി നൽകണം, അതിന്റെ പകർപ്പുകൾ അതിജീവിതയ്ക്ക് നൽകണം എന്ന കാര്യമാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശവും. അത്തരം അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ ലഭിക്കേണ്ടതാണ്. അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കും എന്ന കാര്യവും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം അതിജീവിതയുടെ ആവശ്യം നിരസിക്കാൻ മതിയായ കാരണങ്ങളില്ല എന്ന കാര്യവും കൂടി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജഡ്ജി, ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസിനെ സംബന്ധിച്ചാണ്. അതിജീവിത നേരത്തെ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ജഡ്ജി ഹണി എം വർഗീസിനെ സമീപിച്ചിരുന്നു. എന്നാൽ ആ ആവശ്യം ജഡ്ജി ഹണി എം വർഗീസ് നിരസിക്കുകയായിരുന്നു. തുടർന്നാണ് അപ്പീലുമായി അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചതും അന്വേഷണ റിപ്പോർട്ട് രഹസ്യരേഖയല്ല എന്ന പരാമർശമടക്കം നടത്തി ഈ അന്വേഷണ റിപ്പോർട്ട് അതിജീവിതയ്ക്ക് കൈമാറണം എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അതിജീവിത രണ്ടാമത്തെ ആവശ്യമുയർത്തിയത്. ഈ അന്വേഷണ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ മാത്രമല്ല, നിയമവിരുദ്ധമായ നിരവധിയായ കാര്യങ്ങൾ, സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ്, അങ്ങനെ നിരവധിയായ സംഭവ പരമ്പരകൾ ഈ ഫോൺ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ നടന്നു എന്ന് ഈ അന്വേഷണ റിപ്പോർട്ട് വഴി പുറത്തു വരുന്നു. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് അതിനാധാരമായ സാക്ഷിമൊഴികൾ കൂടി അതിജീവിത ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ സാക്ഷിമൊഴികൾ നൽകാൻ വിചാരണ കോടതി തയ്യാറായിട്ടില്ല. ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതിജീവിത വീണ്ടും അപ്പീലുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി അതിനാധാരമായ സാക്ഷിമൊഴികളെല്ലാം നൽകണം എന്ന കാര്യം കൂടി വ്യക്തമാക്കിയത്. കഴിഞ്ഞ തവണ ആദ്യ ഉത്തരവിൽ പറഞ്ഞതുപോലെ, കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറയുന്നത് പോലെ തന്നെ ഇത് ഒരു വസ്തുതാന്വേഷണ റിപ്പോർട്ടാണ്, ഇത് രഹസ്യരേഖയല്ല. ശരി, അത് തന്നെയാണ് കോടതി ഇന്ന് പറഞ്ഞതും. ഇതൊരു രഹസ്യരേഖയല്ല, വസ്തുതാന്വേഷണ റിപ്പോർട്ട് തന്നെയാണ്. അതിജീവിതയ്ക്ക് സാക്ഷിമൊഴികൾ നൽകണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.